عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى وما توفيقي إلا بالله عليه توكلت وإليه ونيب. മഹത്തുക്കളായ ഉലമാക്കളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അർഹമുർറാഹിമീനായ അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്ലിസ് നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ബഹുമാനമുള്ള മജ്ലിസിൽ അവൻ്റെ മഹളായ ഫളൽ കൊണ്ട് നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ വർഷവും നമ്മുടെ ദർസിൻ്റെ വാർഷിക പരിപാടികൾ നടത്തുവാൻ സാധിച്ചു. ഇന്ന് സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം ആരംഭിച്ച പരിപാടിയുടെ സമാപന വേദിയിലാണ് നമ്മൾ ഉള്ളത്. സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അനസ് അമാനിയുടെ പ്രഭാഷണത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അനസ് അമാനിയെക്കുറിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരു യുവ വാഗ്മിയാണ് ബഹുമാനപ്പെട്ടവർ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും, ചെറിയവർക്കും വലിയവർക്കും എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്ന് ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ടാകും. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിഷയങ്ങളാണ് അദ്ദേഹം പറയാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നല്ലോണം ബറക്കത്ത് ചെയ്യട്ടെ. പരിപൂർണമായ സിഹത്തിലും സലാമത്തിലും തൗഫീഖിലുമായി ഒരുപാട് കാലം അവർക്ക് അല്ലാഹു തആല ദീർഘായുസ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. എല്ലാ ദിവസവും രാത്രി നമ്മൾ ഓതൽ സുന്നത്തായ ഖബറിൻ്റെ അദാബിൽ നിന്ന് രക്ഷ ലഭിക്കുവാൻ വേണ്ടി നാം ഓതേണ്ടതായ സൂറത്താണല്ലോ തബാറക. അതിൻ്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണത്തിനെയും ജീവിതത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു, സംവിധാനിച്ചു. അതെന്തിനു വേണ്ടി? ലിയബ്ലുവക്കും, അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർ ആരാണ്, ഏറ്റവും നന്നായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ ആരാണ് എന്ന് പരിശോധിക്കുവാൻ വേണ്ടി അല്ലാഹു തആല ജീവിതത്തിനെയും മരണത്തിനെയും സൃഷ്ടിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് ഒരു പരീക്ഷാ ഹാളിലാണ്. പരീക്ഷാ ഹാളിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ഈ പരീക്ഷാ ഹാളിൽ വളരെ ഭംഗിയായി നമ്മൾ ഉത്തരം എഴുതേണ്ടതുണ്ട്. വെറും എഴുത്ത് പരീക്ഷയല്ല, പ്രവർത്തിച്ചുകൊണ്ടുള്ള പരീക്ഷയാണ് ഇവിടെ നടക്കുന്നത്. അഹ്സനു അമല എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. നന്നായി പ്രവർത്തിക്കുന്നവർ ആരാണ് എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയെന്ന്. അങ്ങനെ നന്നായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് അല്ലാഹുവിനോടും അല്ലാഹുവിൻ്റെ സൃഷ്ടികളോടുമുള്ള എല്ലാ ഹക്കിടപാടുകളും കടമകളും ഉത്തരവാദിത്തങ്ങളുമെല്ലാം പരിപൂർണമായി നിർവഹിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുക. അതാണ്. അങ്ങനെ ജീവിക്കണമെങ്കിൽ അവന് അറിവുണ്ടായിരിക്കണം.
എന്തൊക്കെയാണ് അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ, എന്തൊക്കെയാണ് അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ, അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്, സൃഷ്ടികളോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് എന്നെല്ലാം മനുഷ്യന് അറിഞ്ഞിരിക്കണം. അവിടെയാണ് ഇൽമിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ജീവനാണ് ഇൽമ് എന്ന് പറയുന്നത്. ആ ഇൽമ് പഠിക്കുവാനും ജനങ്ങളിലേക്ക് വിതരണം ചെയ്യുവാനും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പരിശുദ്ധമായ മദീന മുനവ്വറയിൽ അവിടുന്ന് നടത്തിയ ആ ദർസ് അതിൻ്റെ പാരമ്പര്യമായി ലോകത്തിൻ്റെ നാനാഭാഗത്ത് നടന്നു വരുന്ന കേന്ദ്രങ്ങളാണ് പള്ളി ദർസുകൾ എന്ന് പറയുന്നത്. ആ പള്ളി ദർസിൽ നിന്ന് പഠിച്ച മുതഅല്ലിമീങ്ങളാണ് ഭാവിയിൽ അവർ വലിയ പണ്ഡിതന്മാരാവുകയും ഖതീബായിട്ടും മുഅല്ലിമായിട്ടും സദറായിട്ടും ഖാദിയായിട്ടും ഇങ്ങനെ അവർ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ആ പരിശുദ്ധമായ ആ പള്ളി ദർസുകൾ അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് നമ്മൾ നേരത്തെ കേട്ടതുപോലെ 50 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കപ്പെടുകയും അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് അത് വളരെ നല്ല നിലയിൽ ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. അള്ളാഹു തആല ഖിയാമത്ത് നാൾ വരെ ഒരു മുടക്കവുമില്ലാതെ അതിനെ നിലനിർത്തി തിരുമാറാകട്ടെ. മഹാനായ ശൈഖുനാ താജുശ്ശരിയ ഇവിടെ ഒരു വഅദിന് വന്നപ്പോൾ അവിടുന്ന് രാത്രി പ്രസംഗത്തിൽ വഅദിൽ പറഞ്ഞതാണ്, നമ്മൾക്കിവിടെ ദർസ് തുടങ്ങണം എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രാധാന്യം പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ നാട്ടുകാർ അതിനെ ഏറ്റെടുക്കുകയും പിറ്റേന്ന് വെള്ളിയാഴ്ച തന്നെ ഇവിടെ ദർസ് തുടങ്ങാനുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്തു. ആ ദർസാണ് ഇപ്പോഴും ഇവിടെ നിലനിന്ന് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ശൈഖുനായുടെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഈ വർഷം നമ്മുടെ ദർസിൽ നിന്ന് കോളേജിൽ പോകുന്ന മുതഅല്ലിമീങ്ങൾക്കുള്ള ഒരു യാത്രയപ്പോൾ മഹാനായ ശൈഖുനായുടെ ഉസ്താദന്മാരുടെ കോട്ടുമൽ ഉസ്താദ് മുതൽക്ക് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഉസ്താദന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയ ആ സിൽസില സനദ് നൽകുന്ന ഒരു വേദിയാണ്. അല്ലാഹു തആല എല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. നാം ഈ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസ് അല്ലാഹു തആല ആഖിറത്തിൽ ഉപകാരപ്പെട്ട സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഈ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും പരിപൂർണ വിജയത്തിലാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അനസ് സമാനി ഉസ്താദ് അവർകളെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.